റീസെൻ്റ് ആയിട്ടുള്ള പല വാർത്തകളും കാണുന്നത് കേരളത്തിൽ ഡിവോഴ്സുകൾ, മാരിറ്റൽ കോൺഫ്ലിക്റ്റുകൾ എല്ലാം കൂടി വരുന്നതായിട്ടാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണെന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് തന്നെ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്പൗസുമായിട്ടുണ്ടാകുന്ന ഗ്രാജുവലായിട്ടുണ്ടാകുന്ന ഒരു അകൽച്ചയും ഡ്രിഫ്റ്റുമാണ് പലപ്പോഴും വലിയ രീതിയിലുള്ള ഇനാക്റ്റീവായിട്ടുള്ള മാരിറ്റൽ റിലേഷൻഷിപ്പിന് കാരണമാകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥിരമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം, ഒരു സോഷ്യൽ സെറ്റിങ്സിലായിരിക്കാം, സ്ഥിരമായിട്ട് നമ്മളൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പും റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും തമ്മിലുള്ള ലൈൻ, ആ ഒരു ബൗണ്ടറി നാരോ ആയാണ് പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവും. അപ്പോൾ വളരെ ട്രിക്കി ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് ഒരു റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായി മാറുന്നത് എന്നുള്ളത് വളരെ സ്ലോ ആയിട്ടും വളരെ തിന്നായിട്ടും ഉള്ള ഒരു ലൈൻ ആയതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടും ട്രിക്കി ആയിട്ടും ഉള്ള ഒരു പാർട്ടായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഫങ്ഷനിങ് ആയിട്ടുള്ള മാരിറ്റൽ ലൈഫ് ബ്രേക്ക് ആവുന്നതിനും കാരണവും അത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ട്രബിളുള്ള ഒരു ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ഫെയിലുവറിലേക്ക് പോകുന്നതിന് കാരണമാകും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കും.